നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്നും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ധർണ. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിലെ അമലോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ ജോസ് ലാഡ് കോയിപ്പറമ്പിൽ ദർശന തിരുനാളിന്റെ കൊടിയേറ്റി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ കൊഴുകിയെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU പ്രസിഡന്റ് CB ചന്ദ്രബാബു പ്രക്ഷോഭ പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ പുലയൻവഴി മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കുക, പുലയൻവഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും മറ്റ് കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സമര പന്തലിന് സമീപം സമാപിച്ചു. തുടർന്ന് നടത്തിയ ഐക്യദാർഢ്യ യോഗം കർഷക സമിതി പ്രസിഡന്റ് റജീന ഉദ്ഘാടനം ചെയ്തു. സമരങ്ങൾ മാത്രമല്ല നമ്മൾ നടത്തിയത്, മുഖ്യമന്ത്രി അടക്കം 140 MLA-മാർക്കും നമ്മൾ നിവേദനങ്ങൾ നൽകി. കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ നിവേദനങ്ങൾ നൽകി എന്ന് മാത്രമല്ല, അവരുമായി പലവട്ടം ചർച്ചകൾ നടത്തി. കൃഷിമന്ത്രിയുമായി അടക്കം മണിക്കൂറുകൾ മുഖാമുഖമിരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു കമ്മീഷനെ വെച്ചിട്ട് ഗവൺമെന്റ് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്നതിലപ്പുറം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരി VJ ലാലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P വേലായുധൻ നായർ, മേഖലാ കോർഡിനേറ്റർ PS വേണു, ജോസ് കാവനാട് എന്നിവർ സംസാരിച്ചു. തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതിക്കൽ എന്നിവരാണ് കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്നത്. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്നും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ AITUC സംസ്ഥാന ഉപാധ്യക്ഷൻ PV സത്യനേശൻ ഉദ്ഘാടനം ചെയ്തു. ഭരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ ഒരു നയമുണ്ട്, അതിനൊരു പക്ഷമുണ്ട്. അത് തൊഴിലാളികളുടെ പക്ഷമാണ്, പാവങ്ങളുടെ പക്ഷമാണ് തൊഴിലാളികളുടെ പക്ഷം. എന്നാൽ ആ പക്ഷത്തിന് വിരുദ്ധമായി അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, IPS-കാരായാലും IAS ഉദ്യോഗസ്ഥന്മാരായും കഴിഞ്ഞ ഹൈക്കോടതി ഇതിനെ സംബന്ധിച്ച് കൊടുത്ത സത്യമൂലം പറഞ്ഞത് ഇത് അവകാശമല്ല, ഇത് ഔദാര്യമാണ്. പെൻഷൻ സർവീസ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് TR ബാഹുലയൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ C വാമദേവ്, സംസ്ഥാന കമ്മിറ്റി അംഗം CH സച്ചിത്, VS സൂരജ്, PV സഹദേവൻ, KP പുഷ്കരൻ എന്നിവർ സംസാരിച്ചു.
ക്ഷേമ പെൻഷൻ അവകാശമായി പ്രഖ്യാപിക്കാൻ നിയമനിർമ്മാണം നടത്തുക, റെയിൽവേ യാത്രാക്കൂലി ഇളവ് പുനഃസ്ഥാപിക്കുക, വയോജന കമ്മീഷൻ രൂപീകരിക്കുക, KSRTC പെൻഷൻ മുടങ്ങാതെ നൽകുക, സർക്കാർ പെൻഷൻകാരുടെ കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിലെ അമലോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ ജോസ് ലാഡ് കോയിപ്പറമ്പിൽ ദർശന തിരുനാളിന്റെ കൊടിയേറ്റി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ കൊടിയേറ്റിയത്. പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിൽ അമലോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. ആയിരക്കണക്കിന് വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ പള്ളിമുറ്റത്തിൽ പള്ളി വികാരി ഫാദർ ജോസ് ലാഡ് കോയിപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. ദേവാലയത്തിൽ ജപമാലയും നൊവേനയും പ്രസുതേന്തി വാഴിക്കലും നടത്തിയ ശേഷമാണ് കൊടിയേറ്റ് ചടങ്ങ് ആരംഭിച്ചത്. കൊടിയേറ്റ് ദിവസത്തെ ദിവ്യബലിക്ക് ഫാദർ ബെൻസി സെബാസ്റ്റ്യൻ കണ്ടനാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ പള്ളിക്കൽ വചന സന്ദേശം നൽകി. ഡിസംബർ 8-നാണ് പ്രധാന തിരുനാൾ. ഡിസംബർ 15-ന് 8-ാം ആഘോഷിക്കും. നട തുറന്ന് തിരുസ്വരൂപം വണക്കത്തിന് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് ഡിസംബർ 6-നാണ് നടക്കുന്നത്. അന്ന് ദീപക്കാഴ്ച KC വേണുഗോപാൽ MP-യും 100 പേർ പങ്കെടുക്കുന്ന മാതാകീർത്തന സന്ധ്യ PP ചിത്തരഞ്ജൻ MLA-യും ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU പ്രസിഡന്റ് CB ചന്ദ്രബാബു പ്രക്ഷോഭ പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU പ്രസിഡന്റ് CB ചന്ദ്രബാബു പ്രക്ഷോഭ പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളികളുടെയും ദൈനംദിന ജീവിതം പോലും ദുഷ്കരമാകുന്ന സാഹചര്യമാണ് ഇന്ന് നാട്ടിൽ വളർന്നത്. അതിൽ ഈ വ്യവസായം, പരമ്പരാഗത വ്യവസായം എന്നതിൽ കയർ മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധി അതീവ ഗുരുതരമാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുക, താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ഗ്രാറ്റുവിറ്റി തുക അനുവദിച്ച് നൽകുക, സൊസൈറ്റിക്ക് ആവശ്യത്തിന് കയർ നൽകുക, കയർ കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും സംഭരിക്കുക, കയർ തൊഴിലാളികളുടെ കൂലി പുതുക്കി തീരുമാനിക്കുക, ക്ഷേമനിധി ആനുകൂല്യം കുടിശ്ശിക തീർത്തു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് VS മണിയാണ് ജാഥ ക്യാപ്റ്റൻ. G വേണുഗോപാൽ, P രഘുനാഥ്, TR ശിവരാജൻ, PC പ്രദീപ്, VB സതീശൻ എന്നിവർ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിച്ചു. ഡിസംബർ 5-ന് സൂചനാ പണിമുടക്കും കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പുലയൻവഴി മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുക, പുലയൻവഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും മറ്റ് കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ പുലയൻവഴി മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുക, പുലയൻവഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും മറ്റ് കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. 100 വർഷം പഴക്കമുള്ള പുലയൻവഴി മത്സ്യ മാർക്കറ്റ് പൊളിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2025 ജനുവരി 1 വരെ മാത്രമാണ് ഇവിടെ കച്ചവടക്കാർക്ക് കോടതി ഒഴിയാനുള്ള സമയം നൽകിയിരിക്കുന്നത്. ജനുവരി 1-ന് ശേഷം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നവരിൽ പ്രായമായവരും ക്യാൻസർ അടക്കം രോഗബാധിതരും ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന മുഴുവൻ ആളുകളെയും മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കാൻ നഗരസഭാധികാരികൾ തയ്യാറാകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കൗൺസിലർ P രതീഷ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗം ബാധിച്ച, ക്യാൻസർ അടക്കം ബാധിച്ച അമ്മച്ചിമാരടക്കമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തൊഴിൽ പുനരധിവാസ സംവിധാനങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു ദുഷ്കരമായ കാര്യമാണ്. നമുക്കറിയാം, അങ്ങനെ ഒരു മാർക്കറ്റ് അടച്ചുപൂട്ടുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ട അവകാശം ഇവിടുത്തെ ഓരോ ഭരണകൂടത്തിനുമുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും. ഇവിടെ ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് നമുക്കറിയാം. ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് ആരാണ്? കേരളത്തിലെ തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു പാർട്ടിയാണ്. നമുക്കറിയാം, തൊഴിലാളികളുടെ സംരക്ഷണമാണ് അവരുടെ പ്രധാന മുദ്രാവാക്യം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുദ്രാവാക്യം വെച്ചു പുലർത്തുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനം ഭരിക്കുന്ന PDP അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി നൌഷാദ്, PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയാമോൻ, ഹാരിസ് കോയാക്കുട്ടി, ഹാഷിം മുല്ലാത്ത്, ഷിഹാബ് മുല്ലാത്ത്,
ഷജീർ ബാഷ എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം നസീർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മുൻ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡു ഉടൻ വിതരണം ചെയ്യുക, മെഡിസപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക, സഹകരണ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം നസീർ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു തത്വദീക്ഷയുമില്ല എന്ന ഒരു നിഷേധാത്മകമായ സമീപനമാണ് പലപ്പോഴായി ഗവൺമെന്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ അവഗണിച്ച ഒരു വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ പെൻഷനേഴ്സാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർവീസ് പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായമായ അവകാശങ്ങളുണ്ട്. അതാരുടെയും ഔദാര്യമല്ല. പതിറ്റാണ്ടുകളായി പെൻഷൻ ജീവനക്കാർ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി നേടിയെടുത്ത നിരവധി നേട്ടങ്ങൾ അതെല്ലാം കാലക്രമത്തിൽ ഇല്ലാതാക്കുവാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടത്. നമുക്കറിയാവുന്നതുപോലെ പെൻഷൻ പരിഷ്കരണം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നിട്ടും അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ തികഞ്ഞ അമാന്തമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം ഹാമിദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. AM നൌഫൽ, അബു പോളക്കുളം, A മുഹമ്മദ് അലി, SM അസ്ലം, അമീർ മുല്ലാദ് എന്നിവർ സംസാരിച്ചു. KSRTC പെൻഷൻകാർക്ക് മാസം തോറും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യണമെന്നും ധർണയിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി ശരണ്യ സുമംഗലിയായി. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അപൂർവ മംഗല്യം 2024 തിരുവനന്തപുരം സ്വദേശിനി ശരണ്യ ജോസ് വിവാഹിതയായത്. തിരുവനന്തപുരം സ്വദേശി മിഥുനാണ് ശരണ്യയെ താലിച്ചാർത്തിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. നാനാജാതി മതസ്ഥരെയും ബന്ധുമിത്രാദികളെയും സാക്ഷിയാക്കി ശരണ്യ ജോസ് സുമംഗലിയായി. സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കായി നടത്തിയ സമൂഹ വിവാഹമായ അപൂർവ മംഗല്യം 2024 ചടങ്ങിലാണ് തിരുവനന്തപുരം കടഞ്ഞാംകുളം പുതുക്കുറിച്ചി സ്വദേശിനി ശരണ്യ ജോസ് സുമംഗലിയായത്. തിരുവനന്തപുരം കടഞ്ഞാംകുളം പുതുക്കുറിച്ചി സ്വദേശിയായ R മിഥുനാണ് ശരണ്യയെ താലിച്ചാർത്തിയത്. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അപൂർവ മംഗല്യം 2024 എന്ന പദ്ധതിയാണ് ഇന്നിവിടെ നടന്നത്. ഈ വർഷം 2024 3 കുട്ടികളുടെ വിവാഹം നടത്തും എന്നായിരുന്നു അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ വർഷത്തെ പ്രോജക്റ്റ്. അതിൽ 2 എണ്ണം മെയിൽ നടത്തിയിരുന്നു. അതിന് 3ാമത്തെ വിവാഹമാണ് ഇന്ന് നടന്നത്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഭാവിയിലും ചെയ്യണമെന്നാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാ സുമനസ്സുകളുടെയും എല്ലാവിധ പിന്തുണയും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നടന്ന വിവാഹ ചടങ്ങിന് മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബെൻസി, ഫാദർ ജൂഡോ എന്നിവർ സഹകാർമ്മികത്വവും വഹിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ, ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് എന്നിവർ മുഖ്യാതിഥികളായി. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, AS കവിത, MG സതീദേവി, കൗൺസിലർമാർ, അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരികളായ ഡോക്ടർ മറിയ ഉമ്മൻ, കമാലം വക്കീൽ, പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം, സെക്രട്ടറി ഹസീന നൌഷാദ്, വൈസ് പ്രസിഡന്റ് പുഷ്പലത, ജോയിന്റ് സെക്രട്ടറി ഹസീന സുധീർ, ട്രഷറർ ലൂസി ജോഷി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ B സുജ, ഷക്കീല അസീസ്, ലിസ നാസർ, സീബ സുലേഖ, പാർവതി പ്രസാദ്, PS ബേനസീർ, AM ഷിറാസ്, കാസിം നൌഷാദ്, വധൂവരന്മാരുടെ ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്നും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച്
സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ധർണ. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിലെ അമലോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ ജോസ്ലാഡ് കോയിപ്പറമ്പിൽ ദർശന തിരുനാളിന്റെ കൊടിയേറ്റി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ കൊടിയേറ്റിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU പ്രസിഡന്റ് CB ചന്ദ്രബാബു പ്രക്ഷോഭ പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ പുലയൻവഴി മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കുക, പുലയൻവഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും മറ്റ് കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.